Hello everyone, welcome to Supatuta, your one-stop solution for everything related to online teaching. സോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുവാണ്. സോ നമ്മളെ പ്രീവിയസ് വീഡിയോസ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി തന്നെ നമ്മളെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും അല്ലാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ടൂൾസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൂളാണ്. ടൂളിന്റെ പേര് ചാറ്റ് PDF എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് AI ടൂൾസുകളൊക്കെ പരിചയപ്പെടുന്ന ഒരു സീസണാണ് അല്ലേ ഇത്. അപ്പം അതിൽ ചാറ്റ് PDF എന്ന് പറയുന്നത് എന്താണ്, അതിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ടൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തുണ്ടായിരിക്കും, ടെക്സ്റ്റ് ബുക്സ് ഉണ്ടായിരിക്കും അല്ലെ PDFs ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, നമുക്ക് സോഴ്സുകൾ ഉണ്ടായിരിക്കും, നമ്മുടെ കോണ്ടന്റ് ഡെലിവറി ചെയ്യേണ്ട സോഴ്സുകൾ. അതായത് ഏതൊക്കെ സോഴ്സുകൾ അയച്ചിട്ടുണ്ടോ ഒരുപാട് സോഴ്സുകൾ അയച്ച് നമുക്ക് അതുണ്ടായിരിക്കും, നമ്മുടെ കോണ്ടന്റ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് PDF എന്ന് പറയുന്നത്. മെജോറിറ്റി ഓഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് മെറ്റീരിയൽസ് എല്ലാം നമുക്കൊരു PDF ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ആ ഒരു ചാപ്റ്ററിന്റെ PDF കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു PDF ലൈവായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലോ അടിപൊളിയായിരിക്കില്ലേ. അതായത് നമുക്ക് ചാറ്റ് GPT നമുക്ക് PDF അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറയാം. പക്ഷെ അതൊക്കെ ഒരു ഓൾ ഇൻ വൺ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു AI പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ ചാറ്റ് GPT പോലുള്ള പ്ലാറ്റ്ഫോം. പക്ഷെ ചാറ്റ് PDF എന്ന് പറയുന്നത് PDF ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് ചാറ്റ് PDF ഒന്ന് പരിചയപ്പെടാം. സോ അതിനായിട്ട് ഞാൻ എന്റെ ക്രോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചാറ്റ് PDF എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് chatpdf.com എന്നുള്ള ഈ ഒരു ഇതിലാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, സോ ഇതിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ ഏതൊരു ടൂള് നമ്മൾ എടുക്കുവാണ് അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ ആപ്പിൾ അക്കൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ജിമെയിൽ അക്കൗണ്ട് നമ്മളുടെ മെയിൽ ID വെച്ചിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വെരിഫൈ ചെയ്യേണ്ടി വരും അല്ല. അപ്പം ആ ഒരു ലോഗിൻ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കാം. സോറി, ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതായതുകൊണ്ട് എനിക്ക് ഇനി രണ്ടാമത് കാണിച്ചു തരാൻ പറ്റില്ല. ബട്ട് ഇവിടെ SH ഒന്നും കാണുന്നില്ല, ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പം സൈൻ ഔട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. അതാണല്ലോ അപ്പം ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുക. ജസ്റ്റ് ഇവിടെ ലോഗിൻ ചെയ്ത സമയത്ത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇതങ്ങനെ പൊയ്ക്കോളും. ഓക്കെ, സോ വൺസ് നിങ്ങൾ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നമ്മളുടെ അപ്ലോഡ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഇതിൽ നമ്മൾ എന്താണ് PDF ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്സ് ആണോ ഏതാണോ വേണ്ടത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7th ഒരു ബേസിക് സയൻസിൽ ഒരു PDF ഞാൻ ഓൾറെഡി ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാറ്റ് PDF ഒരുപാട് സ്റ്റോറേജ് ഉള്ള PDF ഒന്നും ഒറ്റയടിക്ക് അപ്ലോഡ് ആവില്ല. അപ്പൊ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും PDF സ്പ്ലിറ്റർ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മളതിൽ ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് ഫ്രീ സ്പ്ലിറ്റർ ഒക്കെ കാണാൻ പറ്റും. സോ അതുപോലുള്ള ഒരു PDF സ്പ്ലിറ്റർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്ററും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 12 ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ 12 ചാപ്റ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. എല്ലാത്തിനെയും കൂടെ ആ സിലബസ് ഒന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുകയായിരിക്കും ഏറ്റവും കുറച്ചും കൂടെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനതില് എന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ട 104 പേജ് ഉണ്ട്. അപ്പൊ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനിയിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരുപാട് വലിയ സ്റ്റോറേജ് ഉള്ളത് പോവില്ല എന്നുള്ളതൊന്നും നിങ്ങൾ ആലോചിച്ച് വെക്കുക കേട്ടോ. റിസർച്ച് പേപ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് 500-600 പേജുള്ള PDF ഒന്നും നമ്മൾ ഇതിലേക്ക് പോവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്തായാലും ഈ ഒരു ടെക്സ്റ്റ് ബുക്സ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു PDF-നോട് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ അവര് തന്നെ നമുക്ക് കുറച്ച് എന്താണ് ഇത് സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ടോപ്പിക് ആർ കവേർഡ് ഇൻ ദ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഫസ്റ്റത്തെ ഐ തിങ്ക് ഈ ഇത് ഏതാണ് ഏതൊക്കെ കോണ്ടന്റ് ആണ് എന്നുള്ളതാണ്. അപ്പം അവര് എന്താണ് ആസിഡ്സ് ആൻഡ് ബേസിക് അതുപോലെ വേർഡ് ഓഫ് ഹ്യൂമൻ ബോഡി എനർജി കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ സെഗ്രിഗേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. സെഗ്രിഗേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചോദിച്ചിട്ടുണ്ട്, 10 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ഇതില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളുടെ ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഈ ഒരു ടോപ്പിക്കിൽ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ചാറ്റിൽ ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാം എന്നുള്ളതാണ്. കണ്ടോ, ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം അതിൽ ടെക്സ്റ്റ് ബുക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മളിപ്പോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഉണ്ടാക്കി തരാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ലെസൺ പ്ലാൻ ഉണ്ടാക്കി തരാൻ വേണ്ടി പറയാം. ഞാൻ ഇവിടെ എവിടെയോ ലെസൺ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലെസൺ പ്ലാൻ ഉണ്ടാക്കി തരാൻ പറയാം. പിന്നെ ഇതിന്റെ ഏതെങ്കിലും ഇവിടെ തന്നെ ഒരു എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനോ ഇന്ററാക്ടിവിറ്റി ഫോർ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഒരു ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റി വേണമെന്ന് ചോദിച്ച സമയത്ത് അവര് ആസിഡും ബേസ് വെച്ചിട്ടുള്ള ജസ്റ്റ് എന്തോ ഒരു ബേസിക് സയൻസിലെ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. തന്നെ പ്രിപ്പറേഷൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു PDF-നോട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. സപ്പോസ് ഞാൻ ഇതിന്റെ വേറൊരു ഓപ്ഷൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുവാണ്, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോപ്പ് ചെയ്യുന്നത് പോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ബ്ലിങ്ക് ലൈനിൽ നമുക്ക് ഇത് വരാൻ പറ്റും. അപ്പം ഇതിന് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എക്സ്പ്ലനേഷൻ ചോദിക്കാം, സമ്മറൈസ് വേണമെന്നുണ്ടെങ്കിൽ സമ്മറൈസ് ചോദിക്കാം. അപ്പൊ അതിനൊരു എക്സ്പ്ലെയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. ഇതൊന്ന് ഈ ഒരു ടേബിൾ ഒന്ന് എനിക്ക് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. നമ്മളിപ്പോ ടീച്ചേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് ചിലപ്പോൾ ടേബിൾസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് സ്റ്റുഡൻസിന്റെ അടുത്ത് കൺവേ ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. അപ്പം അങ്ങനെ വന്നപ്പം ഇതാക്കണ്ട കറക്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് എന്ത് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്തു തന്നിട്ടുണ്ട് ഇല്ലയാ. അങ്ങനെ നമുക്ക് ഇത് ഏത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ലെയറിംഗ് ഉള്ള ഒരു ഓപ്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്നിപ്പൊക്കെ ചെയ്യില്ലേ ലാപ്ടോപ്പിൽ, അതേപോലെ അതൊന്ന് സെമറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീറൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ചെയ്തത് കുറച്ചും കൂടെ സിമ്പിൾ ആക്കിയിട്ട് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ സമ്മറൈസ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിന്റെ കാര്യങ്ങളൊന്നാണ് കുറച്ചും കൂടെ ഒന്ന് സ്റ്റുഡൻസിന് ഷോർട്ട് നോട്ടിലൊക്കെ പോലെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് സൈഡിലായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, ലയറിംഗ് എന്നുള്ള എൻറ്റയർ കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത് അല്ലെ. അപ്പൊ ആ ലെയറിങ്ങിനെ കുറിച്ചിട്ട് ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ChatGPT ഒക്കെ പോലെ തന്നെ നമുക്കത് കോപ്പി ചെയ്യാം, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ റീഡ് അലൗഡ് ചെയ്യാം. പിന്നെ ഇതിന് ഷോർട്ട് ആക്കാം, ലോങ്ങർ ആക്കാം, ബുള്ളറ്റ് പോയിന്റ്സിലോട്ടേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. പാരഗ്രാഫ് ബുള്ളറ്റ് പോയിന്റ്സ് ഉള്ളതിനെ നമുക്ക് പാരഗ്രാഫിലോട്ടേക്ക് മാറ്റാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ എന്താണ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ചാറ്റ് PDF-ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കുറെ ഫോൾഡർ ഒക്കെ ഉണ്ടാക്കാം. എന്റെ ഒരു ഫോൾഡറിലുള്ളത് 7th grade ആണ്. എന്റെ രണ്ടാമത്തെ ഫോൾഡറിൽ ഇനി 10th CBSE മാത്സിന്റെ ട്രിഗണോമെട്രിക് ചാപ്റ്റർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഗോ ത്രൂ ചെയ്ത് നോക്കാം കേട്ടോ. സോയാ ഇതാണ് ട്രിഗ്നോമെട്രി. ഇത് ഞാൻ കട്ട് ചെയ്തതാണ്, കാരണം ഇത് ഒരുപാട് ലെങ്തുള്ള ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഞാൻ എന്താ ജസ്റ്റ് 20 പേജേ കാണുന്നുള്ളൂ ഇവിടെ അല്ലെ. അപ്പൊ ട്രിഗ്നോമെട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ എന്താണ് ഒരുപാട് ഓപ്ഷൻസ് ഞാനിവിടെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ക്യാൻ ഗിവ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്
that are not missing its this spelling mistakes ഉണ്ട് കേട്ടോ ആൻഡ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓൾസോ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട മിസ് ചെയ്യാൻ പറ്റാത്ത കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റ് പറയാനും. ഇപ്പൊ നിങ്ങൾക്കറിയാം സൈനെ കോസെ ടാനെ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ റെസിപ്രോക്കൽസും പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ആംഗിൾ ഡിഗ്രി റേഷ്യോ പിന്നെ അതുപോലെയുള്ള കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ നമ്മുടെ ബേസിക് സയൻസിൽ പറഞ്ഞതുപോലെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു കുറച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഏത് സബ്ജക്ട് മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ഒന്നും ഇല്ല, ഏത് സബ്ജക്റ്റിൽ നമുക്കൊരു PDF അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ PDF കുറിച്ചിട്ട് നമുക്ക് എത്ര ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്, അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, കുറച്ചും കൂടെ ഷോർട്ടർ ആക്കണമെങ്കിൽ ഷോർട്ടർ ആക്കാം, സമ്മറൈസ് ചെയ്യാം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് എന്താണ് ഇതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഗോ ത്രൂ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ആൻഡ് ഓബിയസ്ലി ഇത് എന്താണ് ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും ഞാനിത് ഫ്രീ വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈമിൽ ഒരുപാട് ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ PDFs ഇതിലേക്ക് ചെയ്യാൻ പറ്റില്ല. അറ്റ് എ ടൈമിൽ നമുക്ക് 20 എങ്ങാനാണെന്ന് തോന്നുന്നു, 20 PDF എങ്ങാനാണെന്ന് തോന്നുന്നു ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റാം. ഐ തിങ്ക് 10 PDF-ഉം 20 ക്വസ്റ്റ്യൻസും ആണെന്ന് തോന്നുന്നു ചോദിക്കാൻ വേണ്ടി പറ്റാം. അപ്പം അതൊന്ന് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കിയാൽ മതി, ഇതിന്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പം ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ടൂൾസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് സ്കോളർ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിലെന്ന് പറയുന്നത് നമുക്ക് റിസർച്ച് പേപ്പേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് ഒക്കെ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതൊരു AI ഡിറ്റക്ടർ വരുന്നുണ്ട്, നിങ്ങൾക്ക് കുറെ ഇതിലുള്ളതാണ് AI ഡിറ്റക്ടർ. നമ്മൾ കൊടുത്തിട്ടുള്ളത് വേർഡ്സിന്റെ ഇതാണോ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഇത് വെച്ചിട്ട് നമുക്കത് AI ഡിറ്റക്ട് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ AI റൈറ്ററും ഉണ്ട്. AI റൈറ്ററിൽ നമുക്ക് എന്താണ്, AI റൈറ്റർ വെച്ചിട്ട് ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് സോളാർ എനർജിനെ കുറിച്ചിട്ട് റൈറ്റർ ഇതാക്കിയിട്ടാണ് ഇതിപ്പോ കണ്ടോ. അവിടെ നമ്മൾ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇത് അക്സെപ്റ്റ് ആയി കണ്ടോ. അങ്ങനെയെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു പാരഗ്രാഫും കൂടെ വേണമെന്നുണ്ടെങ്കിൽ തിങ്കിങ് ഓഫ് സെർച്ച് വെബ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് പേപ്പർ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ഇത് തിങ്ക് ചെയ്ത് വരുന്നുണ്ട്. സോ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കണ്ടോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇത് വായിച്ചു നോക്കിയിട്ട് അക്സെപ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോ ഞാൻ ഇങ്ങനെ ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു സോളാർ എനർജിനെ കുറിച്ചിട്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാനും കൂടെയുള്ള ഓപ്ഷൻസ് PDF-ലുണ്ട്. ബട്ട് എനിക്ക് കുറച്ചും കൂടെ ഇതായിട്ടുള്ളത് നിങ്ങളൊരു ഡോക്യുമെന്റ് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക, എക്സ്പ്ലോർ ചെയ്ത് നോക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടൂള്. നിങ്ങൾ എല്ലാവരും അത് ഗോ ത്രൂ ചെയ്ത് നോക്കണം. വളരെ യൂസ്ഫുൾ ആകുന്നൊരു ഈ ടൂളാണ്. സോ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഏതെങ്കിലും ടൂളുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഒക്കെ ടൂള് നിങ്ങൾ കേട്ടിട്ടുണ്ട് അവിടെ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കമന്റിൽ പറയാ, എന്നാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചാറ്റ് PDF ഗോ ത്രൂ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ടൂളുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.